സോ ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നിന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സുമതി ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. സോറി ഗായ്സ്, സുമതി ചേച്ചിയുടെ വളവിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും പോയേക്കാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പുഷപ്പ് എടുത്തിട്ട് പോവാം. സുമതി ചേച്ചിനെ ഇടിച്ച് പാളീസാക്കാം. 1 2 3. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്കങ്ങ് പോയേക്കാം. ഓക്കെ, നമ്മുടെ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അംബാസഡറിലാണ് പോകുന്നത്. ഇന്ന് എന്തായാലും പോവാം. എടാ പോയാലോ ഏസേ? ഓക്കെ ഗായ്സ്, പോവാം. ഇതെന്തുവാടെ ഇങ്ങനെയൊക്കെ പോണേ? ഇതെന്തുവാടെ ഭൂമിയുടെ അടിയിൽ കൂടെയൊക്കെ പോകുന്നേ? ഗായ്സ്, അതിൻ്റെ ഗ്രാഫിക്സിന്റെ പ്രശ്നമാണ്. ഗ്രാഫിക്സിന്റെ എന്തോ നെറ്റിന്റെ പ്രശ്നമാണ്. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇപ്പൊ സെറ്റാവും. ശരിയായിട്ടോ. നമ്മള് സുമതി ചേച്ചിയുടെ വളവിൽ അവിടെ ഭയങ്കര പ്രേതശല്യമൊക്കെ ഉണ്ട്. സുമതി ചേച്ചി എപ്പോഴും അവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഒക്കെയാണ് പറയുന്നത്, അല്ലേടാ? ഗൈസ്, സുമതി ചേച്ചി നമ്മളെ കൊല്ലൂന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അവൻ പറഞ്ഞ് ശരിയാണ്, സുമതി ചേച്ചി നമ്മളെ കൊല്ലുമൊക്കെ ചെയ്യുമെന്നൊക്കെയാണ്. നമുക്ക് അതിലൊന്നും വിശ്വാസമില്ലാതെ നമ്മളൊന്നും പോയി നോക്കുവാണ്. അവിടെ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തെളിയിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താവും, ജീവനോട് തിരിച്ചു വരുമോ അല്ലെങ്കിൽ മരിച്ചു പോകുമോ എന്ന്. അപ്പോൾ എന്തായാലും മൗണ്ടൈനിലോട്ട് ഇനി കുറേ ദൂരം കാണും. അതുകൊണ്ട് ഇനി നമുക്ക് ഒന്ന് മൗണ്ടൈൻ എത്തിയിട്ട് കാണാം കേട്ടോ. മൗണ്ടൈൻ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൗണ്ടൈൻ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പം എന്തായാലും പോവാം. എന്തായാലും വണ്ടി എടുക്ക്. അവനിപ്പോൾ വണ്ടി എടുക്കുക. അപ്പോഴത്തേലും നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കേട്ടോ ഗൈസ്. അവിടെ ചെന്നിട്ട് എന്താണ് നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഗൈസ്, ദൈവം വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി വെറും കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 1-2 കിലോമീറ്റർ അല്ലേടാ? ഇനി എത്ര കിലോമീറ്ററും കൂടെ ഉണ്ട്? നീ പേടിക്കണ്ടടാ. അവിടെ അത് ആൾക്കാർ ചുമ്മാ പറയുന്നതാണെങ്കിലോ, ഇത് കള്ളക്കഥയാണോ നമ്മൾ തിരിച്ചറിയാനല്ലേ പോണേ. നീ പേടിക്കണ്ട, ഞാനല്ലേ നിന്റെ കൂടെ. അവിടെ വച്ച് ഇതൊന്നുമല്ല കേട്ടത്. നിനക്ക് ഭയങ്കര ധൈര്യമാണ്. എന്തൊക്കെയായിരുന്നു. ഇപ്പൊ ധൈര്യമൊക്കെ അവിടെ പോയി. എന്തായാലും അങ്ങോട്ട് കേറി ചെല്ലടാ, രണ്ടും കൽപ്പിച്ചോണ്ട്. എന്തായാലും ചാവണേന്ന് ചാവട്ടെ. ഒന്ന് പോയാളാ, ഇത്രയും ദൂരം വന്ന പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിക്കാനൊന്നും മിണ്ടാണ്ടിടാ. അയ്യോ, ഇനി നമ്മൾ എന്നാ ചെയ്യൂടാ? എടാ, നീ എന്താന്നാളെ കാണിക്കണേ? എടാ വാടാ, എടാ വന്ന് വണ്ടി കയറാ. വണ്ടി കയറിയിട്ട് വണ്ടി ഓണാവുന്നുണ്ടോ നോക്കടാ. എടാ പൊട്ടാ, നീ സുമതി ചേച്ചീനെ വിളിച്ച് വരുത്തല്ലേ. എടാ വന്ന് വണ്ടി കയറാ പ്ലീസ്ടാ. എടാ വണ്ടി വന്ന് കയറാ. എടാ എനിക്കിപ്പോൾ പേടിയാവുന്നു. നിന്നെക്കാളും എനിക്കിപ്പോൾ പേടിയാവുന്നടാ. അയ്യോ,
എടാ സുമതി ചേച്ചിയുടെ കളി തുടങ്ങിയടാ. എടാ എനിക്കാടാ നിന്നെക്കാളും പേടിയാവുന്നേ. സുമതി ചേച്ചിയുടെ കളി തുടങ്ങി. ഇനി ഒന്നും ചെയ്യാനില്ല. അയ്യോ ശരിയാടാ, കൊക്കയിലോട്ട് പോണ. ആ അയ്യോ